മോളെ, ആംഗ്ല അച്ഛനൊക്കെ താമസിക്കണത് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ, അല്ലയോ? ഇതുവരെ ഒരു പ്രശ്നമില്ല ചേച്ചി. എന്നാലും ആകെ ഒരു ടെൻഷൻ. കണ്ണെത്താ ദൂരത്തല്ലയോ, അതുകൊണ്ടാ. എന്തായാലും നാളെ പോയൊരു പൊങ്കാല ഇടാമെന്ന് തീരുമാനിച്ചു. അമ്മ തന്നെ തോന്നാം. കൊച്ചെ, നീ എത്ര വരെ പഠിച്ച്? എന്താ ചേച്ചി? 2026 ഇത്. എന്നാലും നിന്റെയൊക്കെ ഒരു ഉള്ളിലിരിപ്പേ. നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ വന്നേ? എന്റെ പൊന്നെ കേട്ടോ, ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് വന്നതാ. എന്നാലും അവള് പറഞ്ഞ കേട്ടോ, അമ്മ തുണയ്ക്കുമെന്ന്. അച്ഛനും അമ്മയും ഒന്നും തുണയ്ക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്തയും വേണ്ട. നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം 5 വർഷത്തേക്ക് പിള്ളേരുണ്ടാകാതിരുന്നിട്ട് നേർച്ച നേർന്നൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം നീ അമ്പലത്തിലേക്ക് കാവടി കളിച്ച് തുള്ളിപ്പോന്ന് ഞാൻ കണ്ടതാ. അന്ന് അങ്ങനെ പറ്റിയതേ ഞാൻ ഇപ്പൊ ഖേദിക്കുന്നു. പിന്നെ നീ എന്നാ ഇത്രയും നിരീശ്വരവാദിയായത്? മോളെ, മനുഷ്യൻ, അതായത് നമ്മളാണ് എല്ലാത്തിന്റെ മുകളിൽ. അറിയാവോ, ഈ ദൈവങ്ങളെയൊക്കെ വരച്ചതും പടച്ചതും ആരാ? നമ്മളാ. അതൊക്കെ പോട്ടെ മോളെ. ഇന്ന് പവന് 300 രൂപയാ കുറഞ്ഞ്. മേടിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? എന്റെ പൊന്നു ചേച്ചി, താടിക്ക് തീ പിടിക്കുമ്പോ ഈ ബീഡി കത്തിക്കുന്ന കൂട്ടത്തുള്ള സംസാരം ഒന്ന് നിർത്തുവോ? ഇവിടെ മനുഷ്യൻ മുള്ളേ നിൽക്കുക, അപ്പോഴവരുടെ ഒരു സ്വർണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. അവരുടെയൊക്കെ ദൈവത്തെ പറയരുത്, ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരും. കൊച്ചെ, നിന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ വേദനയ്ക്കൊരു ബാം ഇന്നലെ തന്നില്ലായിരുന്നോ? എന്തായിരുന്നു അതിന്റെ പേര്? ഒമേഗ. അത് മോളെ, അത് ഇവിടെ ഇരിപ്പുണ്ടെങ്കിലേ ഇച്ചിരി താണ്ടേ ഈ കയ്യിലോട്ടൊന്ന് പുരട്ടിക്ക്. ഇന്നലെ രാത്രിയില് എന്റെ ദൈവമേ, ഇന്നലെ രാത്രിയില് എന്തൊരു വേദനയായിരുന്നറിയോ? സംഭവം ഒരു പൊടിക്കുപ്പിട് അത്രേ ഉള്ളെങ്കിലേ വേദന പെട്ടെന്ന് മാറും. ഹലോ ചേട്ടാ, ഞാൻ കുറച്ചു മുന്നേ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാലയ്ക്കുള്ള സാധനം എല്ലാം എടുത്തു വെച്ചേക്കണേ, ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ എടുത്തോളാം. ചേച്ചി എന്തോ പറഞ്ഞേ? മോളെ, എത്ര വലിയ വേദനയായാലും ആ ചെറിയ ട്യൂബിലെ മരുന്നൊന്ന് പറ്റുമ്പോ എന്തൊരാശ്വാസമാണെന്നറിയോ? ചേച്ചി, നിങ്ങളിപ്പോ പറഞ്ഞ പൊടിക്കുപ്പിയില് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം പോലെയാ ഓരോ ഭക്തർക്കും അവരുടെ ദൈവത്തോടുള്ള വിശ്വാസവും. നിരീശ്വരവാദികളായ നിങ്ങളുടെ ഉറച്ച വിശ്വാസം അല്ലയോ ദൈവം ഇല്ലെന്ന്? അതിനേക്കാൾ ഉറച്ച വിശ്വാസമാണ് ഭക്തരുടെ വിശ്വാസം, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം.